ഈ ദൈവാലയത്തിൽ ദൈവ ആരാധനയ്ക്ക് വന്നുകൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നമ്മുടെ എല്ലാവരുടെയും ദൈവവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ആവന്ദനീയമായ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ 3 വ്യക്തികൾ ത്രിത്വം ഉള്ളവരാണ്. നമുക്കറിയാം ത്രിത്വം എന്ന് പറയുമ്പോൾ 1, 2, 3 ആളത്വങ്ങളിൽ അധിഷ്ഠിതമായി ബൈബിളിൽ 3 പേരുണ്ട്. ഒന്നാമത്തേത് നമ്മുടെ കർത്താവാം ദൈവമാണ്. ദൈവത്തിന് ത്രിത്വമുണ്ട്. ദൈവം ത്രിയേകനാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. മത്തായി സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ യേശു യോർദാനിൽ സ്നാനപ്പെടുന്നു. സ്വർഗം തുറന്നു പിതാവ് പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറയുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പം പിതാവ് സാക്ഷ്യം പറയുന്നു പുത്രനെ കുറിച്ച്. ആ സമയം പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന തന്റെ മേൽ വരികയാണ്. അപ്പം പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. മത്തായി 28-ാം അധ്യായം 19-ാം വാക്യത്തിൽ ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ട്. ദൈവം ത്രിയേകനാണ്. 3 ആളത്വങ്ങൾ ദൈവത്തിനുള്ളപ്പോൾ തന്നെ ദൈവം ഒരുവനാണ്, ഏകനാണ്. അടുത്തത് നമ്മെ കുറിച്ച് പറയുമ്പോൾ 1 തെസ്സലോനിക്കർക്ക് പൗലോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പൗലോസ് അപ്പോസ്തലന് നൽകിയ വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ സമ്പൂർണമായി ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം. 1 തെസ്സലോനിക്കർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും വിശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ശരീരവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിൽ കുറ്റമറ്റതായി പൂർണ്ണതയോടെ കാക്കപ്പെടുമാറാകട്ടെ. അപ്പം ദൈവം ത്രിയേകനാണ്, മനുഷ്യനും ത്രിയേകനാണ്. ഇനി ഒരാളും കൂടെ വേദപുസ്തകത്തിൽ ത്രിയേകനായിട്ട് നിൽക്കുന്നുണ്ട്. അത് സാത്താനാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 10-ാം വാക്യം. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. അവരെ വഞ്ചിച്ച പിശാച്, മൃഗം, കള്ളപ്രവാചകൻ, 3 പേര്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ദൈവം ത്രിയേകനാണ്, മനുഷ്യൻ ത്രിയേകനാണ്, പിശാചും ത്രിയേകനാണ്. ഇത് പ്രകാരം ഈ 3 ത്രിയേകത്വമുള്ള വ്യക്തികളിൽ നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഹ്യൂമൻ ട്രിനിറ്റി, മനുഷ്യന്റെ ത്രിത്വം എന്ന കാര്യത്തെ ഇത് പ്രകാരം നമ്മൾ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകുവാൻ പോവുകയാണ്. അപ്പൊ നമ്മളെ കുറിച്ച് കാണുമ്പോൾ നമ്മൾ അറിയാം, ഈ കാണുന്നത് ഹ്യൂമൻ ബോഡി, ഇത് മനുഷ്യന്റെ ശരീരമാണ്. ഈ ശരീരത്തിനകത്ത് ഹ്യൂമൻ സോൾ ആൻഡ് ഹ്യൂമൻ സ്പിരിറ്റ്, ഈ ശരീരത്തിനകത്ത് പ്രാണനും ആത്മാവുമുണ്ട്. ഈ 3 പേരടങ്ങുന്ന ഒരു സമ്പൂർണ്ണ വ്യക്തിയാണ് നാം ഏവരും എന്നുള്ള കാര്യം മറന്നു പോകാതെ നമ്മൾ അറിഞ്ഞിരിക്കണം.
ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതായി നമ്മൾ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം, യഹോവയായ ദൈവം നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തി അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് വായിക്കാം. അപ്പം ദൈവം തന്റെ കരം കൊണ്ട് മനുഷ്യന്റെ ശരീരത്തെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ദൈവം ജീവശ്വാസം ഊതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ നമ്മൾ അറിയേണ്ടത്, നമുക്ക് ശരീരമുണ്ട്, നമുക്ക് ദേഹി അഥവാ പ്രാണനുണ്ട്, അതിനോടൊപ്പം നമുക്ക് ആത്മാവുമുണ്ട്. പ്രിയ ദൈവമക്കളെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇത് ദൈവിക തിരുത്തമായിരിക്കുമ്പോൾ സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ ഇത് സാത്താന്റെ തിരുത്തമായിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ശരീരമുണ്ട്, നമുക്ക് പ്രാണനുണ്ട്, നമുക്ക് ആത്മാവുണ്ട്. ഈ 3 ആളത്വത്തോട് കൂടിയാണ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ, യേശുവിനെ അറിയുമ്പോൾ, യേശുവിനെ അംഗീകരിക്കുമ്പോൾ, യേശുവിനെ വിശ്വസിക്കുമ്പോൾ, യേശുവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടു എന്നതിന്റെ അടയാളമായി പരിശുദ്ധാത്മാവിനെയും കൂടെ ദൈവം നമുക്ക് തരുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നമ്മുടെ ആരാധന പരിശുദ്ധാത്മാവിൽ ആരാധിക്കട്ടെ, നമ്മുടെ സമ്മേളനം പരിശുദ്ധാത്മാവിൽ ആരാധിക്കട്ടെ, നമ്മുടെ കൂട്ടായ്മ പരിശുദ്ധാത്മാവിൽ ആയിരിക്കട്ടെ, നമ്മുടെ കുടിവരവ് പരിശുദ്ധാത്മാവിൽ ആയിരിക്കട്ടെ, നമ്മുടെ വിശ്വാസ ജീവിത മുന്നേറ്റ ജീവിതം അവസാനത്തോളം പരിശുദ്ധാത്മാവിനാൽ ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം ദൈവം സാക്ഷാത്കരിക്കപ്പെടുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം എന്ത് ചെയ്തു എന്ന് ഉൽപ്പത്തി 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന് വായിക്കുന്നു. അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയാമോ? എങ്ങനെയായിരിക്കും? നിലത്തെ പൊടി കൊണ്ട് ദൈവം തന്റെ കൈ കൊണ്ട് നമ്മളുടെ ശരീരത്തെ ഉണ്ടാക്കി, എന്നിട്ട് നമുക്ക് ജീവൻ ഉണ്ടാകുവാൻ നമ്മുടെ മൂക്കിലേക്ക്, ആദ്യ മനുഷ്യനായ ആദാമിന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി. ഉണ്ടാക്കിയത് ദൈവമാണ്, ശരീര നിർമ്മിതാവ് ദൈവമാണ്, ആ നിർമ്മാണത്തിന് ആവശ്യമായ ഭൗതിക പദാർത്ഥം ഈ ഭൂമിയിൽ നിന്ന് എടുത്ത ദൈവമാണ്. ആ ശരീരം രൂപപ്പെട്ടതിന് ശേഷം അത് ജീവിക്കുവാൻ ദൈവത്തിൽ നിന്നാണ് ജീവശ്വാസം ഊതിയതെങ്കിൽ ഒരു കാര്യത്തിന് തർക്കമില്ല, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് പരിശുദ്ധമായിട്ടാണ്, നല്ലതുപോലെയായിട്ടാണ്, വ്യക്തമായിട്ടാണ്. ഒരു മാലിന്യവും ഒരു അഴുക്കും ഒരു കളയും ഒരു പോരായ്മയും ഇല്ലാതെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നതിന് യാതൊരു തർക്കവുമില്ല. ഇതിനെക്കുറിച്ച് ശലോമോൻ സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. സഭാപ്രസംഗി 7-ാം അധ്യായം 29-ാം വാക്യം, ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു, ദൈവം മനുഷ്യനെ പരമാർത്ഥതയുള്ളവനായി സൃഷ്ടിച്ചു. ആമേൻ. ഒരു കാര്യം പറയുന്നു, അവരോ അനേക സൂത്രങ്ങളെ തേടിപ്പോയി. ഇതാണ് ഏദൻ തോട്ടം മുതൽ ദൈവം മനുഷ്യനെ തന്റെ കൈ കൊണ്ടെടുത്ത ഭൂമിയിലെ മണ്ണുകൊണ്ട് ശരീരം ഉണ്ടാക്കിയെങ്കിൽ അവന്റെ മൂക്കിൽ തന്നിൽ നിന്ന് ജീവശ്വാസം ഊതി അവനെ ജീവനുള്ളവനാക്കിയിട്ട് അവന് അനുയോജ്യമായ ഒരു തുണ അവന്റെ ശരീരത്തിൽ നിന്ന് തന്നെ രൂപപ്പെടുത്തി അവരെ രണ്ടുപേരെയും മനോഹരമായ ഒരു സ്ഥലത്തേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുപോയി. ആ സ്ഥലത്തിന്റെ പേര് ഏദൻ തോട്ടമെന്നാണ്. ദൈവം ആ തോട്ടത്തിൽ അവരെ കൊണ്ടാക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ തോട്ടത്തിൽ നല്ലതുപോലെ ജോലി ചെയ്യണം,
അത് മാത്രം പോരാ, നിങ്ങൾ നിങ്ങളെ കാക്കുകയും കൂടെ ചെയ്യണം എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, അവരാ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന സമയം മുതൽ അവരുടെ മനസ്സിലേക്ക് സൂത്രങ്ങൾ കയറി വന്നു. അങ്ങനെ അവര് ആ സൂത്രങ്ങളിലൂടെ തെറ്റിപ്പോയി. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവരോ അനേക സൂത്രങ്ങളെ തിരഞ്ഞെടുത്തു. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ റൈറ്റ് ഹാൻഡ്, എന്റെ വലത് കൈ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ വലത് കൈ ഇപ്പോൾ നേരെ നിവർന്നു നിൽക്കുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന്റെ ആളത്വം ഇങ്ങനെയായിരുന്നു. അവൻ സൂത്രങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയായി പോയി. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ആളത്വത്തിൽ നമ്മുടെ പ്രാണൻ ദൈവം ആഗ്രഹിക്കുന്നത് ഇങ്ങനെ തന്നെ ഇരിക്കണം എന്നാണ്. എന്നാൽ വക്രപരമായ വക്രത ദോഷങ്ങൾ നിരൂപിക്കുമ്പോൾ നമ്മുടെ പ്രാണൻ എന്തായിത്തീരും? അത് വളമുള്ളതായി കൂറുള്ളതായി അതിന് വികൃതി ഉണ്ടായി തീരും എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവം സൃഷ്ടിച്ചപ്പോൾ ബൈ സ്ട്രൈക്ക്, എന്നാൽ ദോഷം ചെയ്തപ്പോൾ അത് കുറുക്കനായി, കുറുക്കായി, കുറുക്കണ്ണസായി. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെ നേരോടുകൂടി ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ പ്രാണന് എന്തു സംഭവിച്ചു? പാപം ചെയ്തത് മൂലം അതിന് വളമുണ്ടായി, അതിന് പൂടുണ്ടായി, അതിന് വക്രതയുണ്ടായി. അങ്ങനെ വക്രതയുണ്ടായ, വളമുണ്ടായ, പൂടുണ്ടായ ഭാഗം നിങ്ങൾ നോക്കുമ്പോൾ കാണാം. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന മനുഷ്യന്റെ പ്രാണൻ എന്ത് ചെയ്തു? വക്രത ചെയ്തപ്പോൾ ഇങ്ങനെയായി. ഈ സ്ഥാനത്ത് പരിശുദ്ധാത്മാവ് വന്ന് ഒരു മേജർ സർജറി നടത്തി ഇതിനെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി. നമ്മൾ ദൈവമക്കളായത്, നമ്മൾ ക്രൈസ്തവരായത്, നമ്മൾ ക്രിസ്ത്യാനികളായത്, നമ്മൾ വിശുദ്ധന്മാരായത്, നമ്മൾ ദൈവത്തെ ആത്മാവ് കൊണ്ട് ആരാധിക്കുവാൻ അർഹത നേടിയത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ദൈവം നേരോടെ സൃഷ്ടിച്ച മനുഷ്യന്റെ ആളത്വം വളർന്ന് വക്രതയായി പോയപ്പോൾ ആ സ്പോട്ടിൽ, ആ വളവിൽ പരിശുദ്ധാത്മാവ് ഒരു മേജർ സർജറി നടത്തി അതിനെ വീണ്ടും സ്ട്രെയിറ്റ് ആക്കിയപ്പോൾ we are become Christians. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ക്രിസ്ത്യാനികളായി തീർന്നു. ആമേൻ. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതം, നമ്മുടെ വിശ്വാസം, നമ്മുടെ മുന്നോട്ടുള്ള ആത്മീയ പോക്കെല്ലാം ഇങ്ങനെയായിരിക്കണം. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കരുത് എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവമൈത്രി, ഒരു ദൈവ പൈതൽ നല്ലതുപോലെ ജീവിക്കും കാലം അത്രയും, പരമാർത്ഥമായി ജീവിക്കും കാലം അത്രയും അവന്റെ പ്രാണൻ. ഇവിടെ മലയാളത്തിൽ പ്രാണൻ എന്ന് പറയുമ്പോൾ 1 തെസ്സലോനിക്കർ 5:23 നമ്മൾ കണ്ടു, നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ദേഹിയും, മനുഷ്യന്റെ ദേഹിയാണ് ഈ പ്രാണൻ എന്ന് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് ശരീരമുണ്ട്, പ്രാണനുണ്ട്, ആത്മാവുണ്ട്. ഒരു മൃഗത്തെ സംബന്ധിച്ച് പ്രാണനും ആത്മാവും എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ മനോഹരമായ സങ്കല്പത്തിൽ ശരീരവും പ്രാണനുമേ ഉള്ളൂ. ഒരു മൃഗത്തിന് ആത്മാവില്ല. ഒരു മൃഗത്തിന് പാപമോചനം ആവശ്യമില്ല, ശുദ്ധീകരണം ആവശ്യമില്ല, രക്ഷ ആവശ്യമില്ല, മോചനം ആവശ്യമില്ല, ദൈവസ്വർഗ രാജ്യം ആവശ്യമില്ല. കാരണം അതിന്റെ ശരീരഘടനയിൽ അതിന് ശരീരവും പ്രാണനും മാത്രമേ ഉള്ളൂ. ആത്മാവ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഘടകം ഇല്ല. അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തെ കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും താല്പര്യപ്പെടുകയും തീരുമാനിക്കുകയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ആശ്രയിക്കുകയും അവനെ പിൻപറ്റുകയും ചെയ്ത് ഈ ഭൂമിയിൽ ജീവിതം നയിക്കുന്നത്. ആയതിനാൽ വാത്സല്യമുള്ള ദൈവമക്കളെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന്റെ പ്രാണൻ അഥവാ ഹ്യൂമൻ
ഹ്യൂമൻ സോൾ, മനുഷ്യന്റെ ദേഹിയാണ് ഇങ്ങനെ എന്ന കാര്യം നമ്മൾ മറക്കരുത്. ദൈവം മനുഷ്യനെ നേരിടുള്ളവരായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രാണൻ, മനുഷ്യന്റെ ദേഹി, ഹ്യൂമൻ സോൾ ക്രിയേറ്റഡ് ബൈ സ്ട്രെയിറ്റ്, മനുഷ്യന്റെ പ്രാണനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരുന്നു. അവൻ വക്രത നിരൂപിച്ചപ്പോൾ അത് ക്രുക്കഡായി, ബാക്കായി, അത് കൂരിപ്പോയി, അത് വികൃതമായി പോയി. അങ്ങനെ വികൃതമാകുന്ന ആ വളവുള്ള സ്ഥാനത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു മേജർ സർജറി നടത്തിയതിന്റെ ഫലമായി ആ ഭാഗം ഇങ്ങനെ ആയിത്തീർന്നു. എന്നാൽ ആ സർജറി ചെയ്ത സ്പോട്ട് തിരിച്ചറിയാതിരിക്കാൻ അവിടെയാണ് രക്ഷാവസ്ത്രം എത്തിയിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ആ സർജറിയുടെ പാട് കാണാതിരിക്കാൻ ദൈവം എന്ത് ചെയ്തെന്ന് അറിയാമോ? അവിടെ മറ്റൊരു മാജിക്ക് കാണിച്ചില്ല. അവിടെയാണ് രക്ഷയുടെ വസ്ത്രം ഇട്ടിരിക്കുന്നത്. അപ്പം രക്ഷയ്ക്ക് പുറത്തായി പോയത് നമ്മുടെ പ്രാണൻ അഥവാ നമ്മുടെ സോൾ ആണെങ്കിൽ ആ സോളിനെ രക്ഷാബന്ധത്തിലേക്ക് കൊണ്ടുവന്ന് സർജറിയുടെ അടിസ്ഥാനത്തിൽ അതിന്റെ നാശം മാറ്റി അതിന് മോചനം വിടുതൽ നൽകിയെങ്കിൽ ആ മോചന പ്രക്രിയയിൽ അവിടെ നടത്തിയ ആ മനോഹരമായ ഓപ്പറേഷന്റെ പാട് കാണാതിരിക്കുവാൻ അവിടേക്ക് ദൈവം എന്ത് ചെയ്തു? അവൻ പരിപൂർണമായി രക്ഷപ്പെട്ടതിന്റെ അടയാളമായി രക്ഷാവസ്ത്രം ഇട്ടു. ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഇങ്ങനെയല്ല രക്ഷാവസ്ത്രം. പിന്നെയോ നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള നമ്മുടെ പ്രാണൻ രക്ഷപ്പെട്ടതിന്റെ അടയാളത്തിൽ ആ പ്രാണനെ ധരിപ്പിച്ചിരിക്കുന്ന ആ സർജറി പാടിനെ ആവരണം ചെയ്ത് കവർ ചെയ്തിട്ടിരിക്കുന്ന മൂടുപടം മൂടിയാണ് രക്ഷാവസ്ത്രം. അങ്ങനെയെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആത്മീയ ജീവിതം ദൈവസന്നിധിയിൽ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ജീവിക്കും ദൈവത്തിനാ